ഇന്ന് ആയിഷാന്റെ കല്യാണം. പക്ഷേ ആയിഷാന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേക്ക് 2 ആഴ്ച. കാരണം തിരക്കേറിയ ഒരു ബ്ലോഗർ ആയതുകൊണ്ട് എനിക്ക് വ്ലോഗ് ഇടാൻ പറ്റിയിട്ടില്ല. പക്ഷെ അതൊരു പ്രശ്നമല്ലല്ലോ എനിക്ക്. കാരണം 3 ദിവസത്തെ കല്യാണം 3 വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും. കാരണം എനിക്ക് 3 ദിവസം കണ്ടന്റ് കൂടി ആയാലും. സോ ഇന്നേക്ക് ഡേ 1. ഫംഗ്ഷന്റെ പേര് അടിപൊളിയല്ലേ? കാരണം കല്യാണ പെണ്ണിന് നിർബന്ധമായിരുന്നു എല്ലാവരും യൂസ് ചെയ്യുന്ന പോലത്തെ പഴയ ടൈപ്പ് സംഗീത നൈറ്റ് അല്ലെങ്കിൽ പഞ്ചാബി നൈറ്റ് അങ്ങനത്തെ പേരൊന്നും വേണ്ട. എനിക്കൊരു നല്ല യൂണീക്ക് ആയിട്ടുള്ള പേരാണോ. അങ്ങനെ കല്യാണ പെണ്ണ് നമ്മളൊക്കെ കൂടി ചർച്ച ചെയ്ത് കണ്ടുപിടിച്ച ഒരു കിടിലൻ പേരാണ് ജീൻ തമാക്ക് തുമ്പ്. പരിപാടി തുടങ്ങുന്ന തന്നെ കല്യാണ പെണ്ണിന് കിടിലൻ ഡാൻസ് ഓടുക. അതിന്റെ അടുക്ക് ഫല എവിടെയോ പോയിട്ട് കുറെ സ്മോക്ക് ഒക്കെ എടുത്തിട്ടുണ്ട്. പണ്ടൊരു പഴഞ്ചൊല്ലം അറിയുന്ന പോലെ എലിയെ ചൂടാൻ വേണ്ടി ഇല്ലം ചൂടാതെ എലിയെ കൊല്ലാൻ വേണ്ടി ഇല്ലം ചൂടാതെ കേട്ടില്ല. അതുപോലെ മൊത്തം കത്തിച്ച് പോകാക്കി വെച്ച് കല്യാണ പെണ്ണിന് രണ്ടിന് ശേഷം എല്ലാവരും പോയി മധുരം കൊടുക്കുക, ഫോട്ടോസ് എടുക്കുക, പിന്നെ നമ്മളെല്ലാവരും ഫുഡെല്ലാം കഴിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. കാരണം ഇതിന് ശേഷമാണ് മെയിൻ പരിപാടി തുടങ്ങുന്നത്. കാരണം നമ്മളെല്ലാ പിള്ളേരുടെയും കിടിലൻ ഡാൻസ് ഒക്കെ ഉണ്ട്. നമ്മളെല്ലാവരും ആകാംക്ഷയോട് കാത്തിരുന്ന ഒരു ഡാൻസിന് ജഹവന്റെയും ടീംസിന് കിടിലൻ ഡാൻസ് പിള്ളേരൊക്കെ തകർത്ത് ആടി. അങ്ങനെ പരിപാടിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കല്യാണ ചെക്കൻ വരും. നമ്മൾ കല്യാണ ചെക്കനെ കണ്ടപ്പോൾ നമ്മളെല്ലാവരും സർപ്രൈസ് ആയി. അങ്ങനെ ചെക്ക വന്ന സ്ഥിതിക്ക് നമുക്ക് ഒന്ന് സ്നേഹിക്കണമല്ലോ ചെക്കനെ. കാരണം അങ്ങനെ നമ്മൾ റാഗ് ഒക്കെ ചെയ്യാൻ നോക്കി. അങ്ങനെ ഒരു ഗെയിമെല്ലാം കളിപ്പിച്ച് പിന്നെ പറഞ്ഞ ചെക്കൻ നന്നായിട്ട് പാട്ട് പാടും. അങ്ങനെ ഒരു പാട്ട് പാടിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇല്ല കളി മൊത്തം കളിച്ച്. ചെക്കൻ നമ്മളെക്കാൾ ലോകം കണ്ടുകൊണ്ടാണെന്ന് അറിയില്ല. ചെക്കൻ നിന്നാൽ തന്നെ ഒരു പാട്ടും പാടില്ല, ഒന്നും ചെയ്യില്ല പറഞ്ഞു. അങ്ങനെ ഇതിന് ശേഷം നമ്മളെ ബോയ്സിനെ കിടില. ഇന്ന് കല്യാണ പെണ്ണിന്റെ ചെക്കന് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ദിവസമാണ്. കാരണം അവരെ നിക്കാണെന്ന് ശരിക്കും നിക്കാന്ന് പറഞ്ഞാൽ 2 വ്യത്യസ്തമായ അല്ലെങ്കിൽ 2 അപരിചിതരായ ആൾക്കാർ അല്ലെങ്കിൽ 2 ഫാമിലി ഒന്നിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് അല്ലേ നിൽക്കാൻ. സോ അങ്ങനെ നിൽക്കാനും കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ അലാവുദ്ദീനെ പോലത്തെ മനുഷ്യ വരും. മൂപ്പരാണെങ്കിൽ പണ്ട് അലാവുദ്ദീനെ കാലത്തുള്ള ഒരു വിളക്ക് കൊണ്ടാണ് അതിന്റെ കുറച്ച് സർവത്ത് വെച്ച് അതിന്റെ പേര് വെച്ചപ്പോഴാണ് തുർക്കി സർവ്. ഇതെല്ലാം കേട്ട് ഫുൾ എക്സൈറ്റഡ് ആയിട്ട് ഞാൻ കുറച്ച് വായിട്ട് കുറിച്ച് എന്റെ മുത്ത് എന്താ പറയണേന്ന് മനസ്സിലായത്. ഇത് പണ്ടാരോ പറഞ്ഞ പോലെ കഴിച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല, മതിരിച്ചിട്ട് തുപ്പാനും പറ്റുന്നില്ല. അല്ലാത്തൊരു സാധനം, വല്ലാത്തൊരു ടേസ്റ്റ് ഉണ്ട്. എന്തോ ഒരു സാധനം, എന്തോ ഒരു ടേസ്റ്റ് ഇല്ലാത്ത ടേസ്റ്റ്, മധുരമില്ലാത്ത പായസം പോലെ. ചെക്കനും വേണ്ട ഫോട്ടോ എടുക്കുന്നുണ്ട്. ആശിന് ഭയങ്കര ആഗ്രഹം നമുക്ക് ഫോട്ടോ എടുക്കണമെന്നുണ്ട്. നമ്മൾ അങ്ങനെ ഫോട്ടോസ് എല്ലാം എടുത്ത് തീരുമ്പോഴേക്ക് രാത്രി. അങ്ങനെ നമ്മൾ നേരെ പോയി ഫുഡെല്ലാം കഴിച്ച് അങ്ങനെ റാഹത്തായി ഇരിക്കുന്ന സമയത്താണ് പെണ്ണിന്റെ എൻട്രി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മളെല്ലാവരും നേരെ അവിടെ പോയിരുന്നത്. പണ്ടാരും പറയുന്നുണ്ട് സ്വന്തം വീട്ടിലെ കല്യാണത്തിന് ഫുഡൊന്നും കഴിക്കാൻ കഴിയില്ല. പക്ഷെ ഇവൻ സ്വന്തം വീട്ടിലെ കല്യാണം ആയതുകൊണ്ട് നല്ലോണം ഫുഡ് കഴിച്ചിട്ട് നല്ല ലാവിഷായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചാൽ നമ്മൾ നേരെ സ്റ്റേജിന്റെ അടുത്ത് പോയി. അപ്പോഴേക്കും പെണ്ണും ചെക്കനൊക്കെ റെഡി ആയി നിൽക്കുന്നതിന് ഒരു പാട്ട് കൂടി വെച്ച് കഴിഞ്ഞാൽ അത് സെറ്റായി. അങ്ങനെ ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ പരിപാടിയെല്ലാം തീരുമ്പോൾ മൈക്കിൽ അനൗൺസ് ചെയ്യില്ല എല്ലാവരും പിരിഞ്ഞു പോകണമെന്നൊക്കെ. അതിന് പകരം നമ്മളിവിടെ വേറെ ടെക്നിക്ക് യൂസ് ചെയ്തു. നമ്മൾ ഡാൻസ് കളിച്ചു നമ്മളെല്ലാവരും. സോ അങ്ങനെ എല്ലാവരും അത് കണ്ട് ഈ തൊലിയുരിയ എന്നെല്ലാം കേട്ടില്ല. അതിന്റെ എക്സാക്ട് എക്സാമ്പിൾ ആണ് സാധനം. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും വരുന്നതായിരിക്കും. ഈ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ.